ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാട്ടിത്തന്ന സ്വർഗത്തോപ്പുകളിൽ വെച്ച് ഒരു തോപ്പിലാണ് ഇപ്പോൾ ഞാനും നിങ്ങളുമുള്ളത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അങ്ങനെയുള്ള ഒരു തോപ്പുകളുടെ കൂട്ടത്തിൽ യഥാർത്ഥമായൊരു തോപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, മനുഷ്യ മനസ്സ് മുഴുവനും മലീമസമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്നിന്റെ കാലഘട്ടം. ദുനിയാവിന്റെ ഏത് കോണിലേക്ക് തിരിഞ്ഞു നോക്കിയാലും, ഏത് വഴിയോരത്തേക്ക് നോക്കിയാലും പൊട്ടിക്കരയുന്ന, വിങ്ങിപ്പൊട്ടുന്ന, അല്ലെങ്കിൽ മനസ്സിൽ 1000 വിഷമങ്ങളും ദുഃഖങ്ങളും വെച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മമാരുടെ കഥ നമുക്ക് കാണാൻ സാധിക്കും. വഴിയോരങ്ങളിലേക്ക് ചെന്നാൽ ചില ഉമ്മമാർ, ചില ഉപ്പമാർ അന്യ ആളുകളുടെ മുമ്പിൽ കയ്യും നീട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്നാൽ ഈ ഇരിക്കുന്ന ഉമ്മമാരോട്, ഉപ്പമാരോട് നമ്മളൊന്ന് അന്വേഷിക്കുകയാണെങ്കിൽ അവർ പറയും, എനിക്ക് 10 മക്കളുണ്ട്, 12 മക്കളുണ്ട്, പക്ഷേ ഇവരാരും ഇന്നിപ്പോ എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നില്ല, എന്നെ ഇവരാരും മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ ഞാനും അവന്റെ പ്രിയപ്പെട്ട ഉപ്പയും അവന്റെ തലയിൽ കൊള്ളാത്തൊരു ഭാരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നിങ്ങനെയുള്ള ഒരുപാട് തത്വങ്ങൾ നിറഞ്ഞ വാക്കുകളായിരിക്കും. കണ്ണുനീരിന്റെ, വിഷമത്തിന്റെ, വേദനയുടെ, ദുഃഖങ്ങളുടെ 1000 തളം കെട്ടി നിൽക്കുന്ന മാനസാന്തരത്തിൽ നിന്ന് മൂരിയെടുക്കുന്ന ഒരു വാക്കായിരിക്കും ആ പ്രിയപ്പെട്ട മാതാവിന്റെ അല്ലെങ്കിൽ പിതാവിന്റെ മനസ്സിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. എന്നാലോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരവസ്ഥ സംജാതമായി കൊണ്ടിരിക്കുന്നത്? മനുഷ്യ മനസ്സുകൾ അതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ലോകത്തിന്റെ നേതാവായ നബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പുണ്യമാക്കപ്പെട്ട വീട്ടിന്റെ അകത്തളത്തിൽ ഇരുന്നു കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ, ഒന്നല്ല, 1000മല്ല, 10000മല്ല, ഒരുപാട് കാര്യങ്ങൾ ലോകത്തിന്റെ നേതാവായ നബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ അതിൽപ്പെട്ട ഏറ്റവും ഗൗരവമുള്ള ഒരു കാര്യമാണ് നമ്മുടെ മാതാപിതാക്കൾ. ഒരുപാട് കാര്യങ്ങൾ ഇനി പറയാനുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അത് കേൾക്കാനും പഠിക്കാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോ ഉമ്മയും ഓരോ ഉപ്പയും മനസ്സിൽ കൊണ്ടുവരുന്ന ഒരുപാട് ചിന്തകളുണ്ട്. ഒരു കുഞ്ഞിക്കാല് ഈ ഭൂമി ലോകത്തേക്ക് കാണുവാൻ വേണ്ടി അവർ ഒരുങ്ങുന്ന സമയം മുതൽ ഉപ്പാന്റെ മനസ്സിൽ ഒരുപാട് സന്തോഷങ്ങൾ വരുന്നു, ഉമ്മാന്റെ മനസ്സിൽ ഒരുപാട് സന്തോഷങ്ങൾ വരുന്നു. അങ്ങനെ ഉപ്പയും ഉമ്മയും ഒരേപോലെ ഇരുന്നു കൊണ്ട് സന്തോഷത്തിന്റെ നാളുകൾ ഇങ്ങനെ തള്ളി നീക്കുകയാണ്. അതാ നമുക്കൊരു കുഞ്ഞിക്കാല് കാണാൻ പോവുകയാണല്ലോ. ആ കുഞ്ഞിക്കാല് കാണുമ്പോ എന്റെ മനസ്സിൽ ഒരുപാട് സന്തോഷത്തിന്റെ തിരമാലകൾ തളം കെട്ടി നിൽക്കുമെന്നുള്ള ചിന്തയോടുകൂടി എത്രയോ പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാരും മനസ്സിൽ ചിന്ത വെച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അല്ലാഹുവിന്റെ വിധിപ്രകാരം അതാ ദിവസങ്ങൾ കഴിയുമ്പോ, മാസങ്ങൾ കഴിയുമ്പോ പ്രിയപ്പെട്ട പൊന്നുമോളല്ലെങ്കിൽ പൊന്നുമോള് പുറം ലോകത്തേക്ക് വരികയാണ്. അങ്ങനെ പൊന്നുമോള് കടന്നു വരുന്ന സമയം മുതൽ ഉപ്പാന്റെ മനസ്സിൽ വേദന കൂടി, ഉമ്മാന്റെ മനസ്സിൽ വേദന കൂടി. ഇനി എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ വളർത്താം, ഏത് ഗതിയിലേക്ക് വേണമെങ്കിലും പോകാൻ അവർ സന്നദ്ധരായി കൊണ്ട് മുന്നോട്ട് ഗമിക്കുകയാണ്. അങ്ങനെ ഉപ്പാക്കുറക്കമില്ല, ഉമ്മാക്കുറക്കമില്ല. വല്ലാത്ത സന്തോഷത്തോടു കൂടിയിട്ട്, ആനന്ദത്തോടു കൂടിയിട്ട് അവരുടെ ദുഃഖമെല്ലാം മറന്നുകൊണ്ട് പ്രിയപ്പെട്ട പുന്നാര മക്കളുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ മുന്നോട്ട് ഗമിക്കുകയാ. അല്ലാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട പള്ളികളുടെ മിനാരങ്ങളിൽ നിന്ന് അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്നുള്ള പരിശുദ്ധമാക്കപ്പെട്ട ബാങ്കിന്റെ ധ്വനിയുണ്ടല്ലോ. ആ ബാങ്കിന്റെ ധ്വനി ഇങ്ങനെ മുഴങ്ങി കേൾക്കുന്ന ആ സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട പിതാക്കന്മാര് ചാടി എഴുന്നേൽക്കുകയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ
ചോദിച്ചുകൊണ്ട് അവരെവിടേക്കാ പോകുന്ന എന്നറിയോ? ഒന്നുകൾ കിളയ്ക്കാനായിരിക്കാ, അല്ലെങ്കിൽ ടാപ്പിങ്ങിനായിരിക്കാ, അല്ലെങ്കിൽ അടിമപ്പണിക്കായിരിക്കാ. ഏത് പണിയാണെങ്കിലും കുഴപ്പമില്ല. പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും സന്തോഷത്തോടു കൂടിയിട്ട് പുന്നാര മക്കളെ വളർത്തണമല്ലോ. അതോർത്തുകൊണ്ട് അവരിങ്ങനെ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് ഇറങ്ങിത്തിരിക്കുകയാ. പക്ഷേ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, ഇന്നിപ്പോ ആ ഉമ്മാന്റെ മനസ്സ് കാണാൻ നമുക്കൊന്ന് കഴിയുന്നില്ല, ആ ഉപ്പാന്റെ മനസ്സ് കാണാൻ നമുക്കൊന്ന് കഴിയുന്നില്ല. ദുനിയാവിന്റെ വൃത്തികെട്ടാഡംബരത്തിന്റെ കുത്തൊഴുക്കിൽ പെട്ടുകൊണ്ട് മനുഷ്യ മനസ്സെന്ന് ഗമിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ ഇന്നെല്ലാം മറന്നുകൊണ്ടല്ലേ പോകുന്നത്. എന്നാൽ ആ ഉമ്മ കാത്തിരിക്കും, എന്റെ പൊന്നുമോന്റെ കൈയൊന്ന് വളരട്ടെ, എന്റെ പൊന്നുമോന്റെ കാല് വളരട്ടെ എന്നിങ്ങനെ കാതോട്ട് കണ്ണുന്നിട്ട് കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട ഉപ്പ, പ്രിയപ്പെട്ട ഉമ്മ. ഉപ്പാന്റെ മനസ്സിൽ ഒരുപാട് ചിന്തയുണ്ടല്ലോ. അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട പുന്നാര മോനെന്ന് വളർന്നു വന്ന എന്റെ കഷ്ടപ്പാട് മാറുമല്ല അല്ലാ, എന്റെ ദുഃഖം മാറുമല്ല അല്ലാ, എന്റെ പ്രയാസങ്ങൾ മാറുമല്ല അല്ലാ, എന്റെ കടങ്ങൾ മാറുമല്ല അല്ലാ എന്നിങ്ങനെ ഒരുപാട് ചിന്തകൾ വെച്ചുകൊണ്ട് ജീവിക്കുന്ന എത്രയോ പിതാക്കന്മാര്, എത്രയോ ഉമ്മമാർക്കുള്ള കണ്ണുനീര് തുള്ളികളല്ലേ ഇന്നീ ഭൂമിന്റെ മണ്ണിൽ നീട്ടി വീഴുന്ന എന്റെ പ്രിയമുള്ള സഹോദര. ഇതെന്ന് കാണാൻ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് ഇന്ന് സമയമില്ലല്ലോ. പോട്ടെ പൊന്നുമോനിക്ക് വേണ്ടിയിട്ട് രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട ഉപ്പ, ആ പൊന്നുമോനിക്ക് വേണ്ടിയിട്ട് രാപ്പകലില്ലാതെ ഒരുപാട് ഉറക്കമൊഴിഞ്ഞ ഉമ്മ, ആ പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും കാതോർത്തു കൊണ്ടിരിക്കുമ്പോ പൊന്നുമോന് സുന്ദരമായിട്ട് വളർന്നു വരികയാണ്. നല്ലതുപോലെ വളർന്നു വരുന്നു പ്രിയപ്പെട്ട പൊന്നുമോൻ. അവനിക്ക് നല്ലൊരു ജോലി കിട്ടി, എഞ്ചിനീയറിംഗ് കോളേജിൽ നല്ലൊരു ജോലി കിട്ടി. ഉദാഹരണം പറയാ, എഞ്ചിനീയറിംഗ് കോളേജിൽ നല്ലൊരു ജോലി കിട്ടി ഈ മോനിക്ക്. അങ്ങനെ ഒരുപാട് കൂട്ടുകാരുണ്ടായി. ഈ മകന്റേതായിട്ടുള്ള സമ്പാദ്യത്തിലൂടെ നല്ലൊരു വീട് വെച്ചു, ചെറ്റക്കുടില് പൊളിച്ചു കളഞ്ഞു. ഉപ്പയും ഉമ്മക്കും വല്ലാത്തൊരു സന്തോഷം, ഉപ്പാക്കും ഉമ്മാക്കും ഒരു സന്തോഷം. അൽഹംദുലില്ലാ, എന്റെ പൊന്നുമോനൊരു വീട് വെച്ചല്ലോ. ഇന്നേവരേക്ക് അവർ സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്ത പ്രിയപ്പെട്ട ഉപ്പാക്കും ഉമ്മാക്കും അത് കണ്ടപ്പോ വല്ലാത്ത സന്തോഷമായി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്റെ പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും വന്നുകൊണ്ട് മകനോട് കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു, ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. ചിലതൊക്കെ മകൻ അംഗീകരിക്കുന്നു, ചിലതൊക്കെ തട്ടിക്കളയുന്നു. എന്നാൽ ഇതേപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉപ്പയും ഉമ്മയും ആ മകനോട് പറയുമ്പോൾ മകൻ അതിനെ എതിർക്കുന്നു, അല്ലെങ്കിൽ മകൾ അതിനെ എതിർക്കുന്നു. അല്ലെങ്കിൽ പോട്ടെ, ഈ പൊന്നുമോന്റെ കൂട്ടത്തിൽ തന്റേതായിട്ടുള്ള കോളേജിൽ പഠിക്കുന്ന കൂട്ടുകാർ വരുമ്പോ ഉപ്പയും ഉമ്മയും ഇറങ്ങി വരികയാണ്. എന്തിനു വേണ്ടി? ഈ നിൽക്കുന്നത് എന്റെ മകനാണല്ലോ എന്നൊന്ന് പറയാൻ. ഇപ്പോ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പോ ഞാൻ വാള് പറയുന്നു, എന്റെ ഉപ്പ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ ഉപ്പ എന്ത് പറയും? എന്താ പറയാ? ഇവിടെ നിന്ന് അങ്ങോട്ട് വാളെല്ലാം കഴിഞ്ഞിട്ട് പറയാം എന്റെ മോനാ വാള് പറഞ്ഞു. എന്താ കാരണം? എന്റെ ഉപ്പാക്ക് അതൊരു സന്തോഷമാണ്, എന്റെ മകനാണ് വാള് പറഞ്ഞെന്ന് പറയുമ്പോ അതെന്റെ ഉപ്പാക്കും എന്റെ ഉമ്മാക്കും ഒരു സന്തോഷമാണ്. ഇതേപോലെ ആ ഉപ്പയും ഉമ്മയും ഈ മകന്റെ കൂട്ടുകാർ വന്നപ്പോൾ ഇറങ്ങി വന്നു. അപ്പോഴോ കണ്ണുനീരോടെ കരഞ്ഞിടും മനസ്സോ വേദന താളർന്നത പറഞ്ഞിടും അമ്പിളി പൊൽ താരമോ നബിരാജനാണോ മലർ മുസ്തഫ നബി തങ്ങളോരെ വാക്കതാണോ? പ്രിയപ്പെട്ട പുന്നാര ഉപ്പ ഇറങ്ങി വന്നുകൊണ്ട് എന്റെ പൊന്നുമോനെന്ന് പറയുമ്പോ, എന്റെ പൊന്നുമോനാണ് ഈ നിൽക്കുന്ന എന്ന് പറയുമ്പോ ഉമ്മയെ തെറി പറഞ്ഞുകൊണ്ട് വീട്ടിന്റെ തട്ടിലേക്ക് ചവിട്ടിത്തള്ളുന്ന ചെറുപ്പക്കാരാ, നിങ്ങൾക്കിന്ന് എന്തുകൊണ്ടാ എന്റെ ഉപ്പയാണ് എന്റെ ഉമ്മയാണ് ഈ നിൽക്കുന്ന എന്ന് പറയാ മടിച്ചു പോകുന്നത്? ഒരിക്കലും മടിക്കണ്ട ചെറുപ്പക്കാരാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനുണ്ടല്ലോ, അല്ലാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ കൂടിയിട്ട് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അല്ലാഹു തആല ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്റെ പ്രിയപ്പെട്ട
പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ വാഗ്ദാനം ചെയ്യുന്ന ഒരു കാര്യം കണ്ടോ? അല്ലാഹു തആല വസിയത്ത് ചെയ്യുന്ന കാര്യം കണ്ടോ? വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹൻ വഫിസാലുഹു ഫീ ആമൈൻ അൻ അശ്കുർ ലീ വലിവാലിദൈഹി ഇലയ്യൽ മസ്വീർ. ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ കൂടെ അല്ലാഹു തആല അടിവരയിട്ടുകൊണ്ട് പറയാ ആരുടെ കാര്യത്തിൽ? വവസ്സൈനൽ ഇൻസാന, മനുഷ്യരോട് നാം വസിയത്ത് ചെയ്യുന്നു. അല്ലാഹ് പറയാണ്, എന്റെ വാക്കല്ല, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ല, അല്ലാഹ് നേരിട്ട് പറയുന്നു. വവസ്സൈനൽ ഇൻസാൻ, മനുഷ്യരോട് നാം വസിയത്ത് ചെയ്യുന്നു. എന്തിന്റെ വിഷയത്തിൽ? ബിവാലിദൈഹി, അവന്റെ മാതാവിന്റെ അവന്റെ പിതാവിന്റെ വിഷയത്തിൽ നാം വസിയത്ത് ചെയ്യുന്നു. അല്ലാഹ് പറയുകയാണ്, കാരണം എന്താ? ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹൻ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഹമലതുഹു ഉമ്മുഹു, നിന്റെ ഉമ്മ നിന്നെ ഗർഭം ചുമന്നിട്ടുണ്ടല്ലോ. വഹ്നൻ അലാ വഹൻ, പ്രയാസത്തിന്റെ മേൽ പ്രയാസം അനുഭവിച്ചുകൊണ്ടാ, കഷ്ടപ്പാടിന്റെ മേൽ കഷ്ടപ്പാട് അനുഭവിച്ചുകൊണ്ടാ നിന്റെ പ്രിയപ്പെട്ട ഉമ്മ നിന്നെ ഈ ഭൂമി ലോകത്തേക്ക് പ്രസവിച്ചു വിട്ടിട്ടുള്ളത്. എന്റെ പ്രിയമുള്ള മുസ്ലിം ചെറുപ്പക്കാരാ,